ആണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 9ാം നാളിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങൾ ഇന്നും പരിശോധന നടത്തും. കെടാവർ നായയെ കൂടി ഉൾപ്പെടുത്തിയാണ് സൂചിപ്പാറ മുതലുള്ള 6 കിലോമീറ്റർ ദൂരത്തിൽ തെരച്ചിൽ നടത്തുക. പ്രദേശവാസികൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തുൾപ്പെടെ ആഴത്തിൽ പരിശോധിക്കും. 152 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പുനരധിവാസം ചർച്ച ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ക്യാമ്പിലുള്ളവരെ മാറ്റാനാണ് തീരുമാനം. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആദ്യം നമുക്കൊപ്പം ചേരുന്നത് MG മിഥുനാണ്. മിഥുൻ, ഇന്ന് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെയും പതിവ് പോലെ തെരച്ചിൽ നടക്കും. വളരെ ഊർജിതമായ തെരച്ചിൽ. മറ്റൊന്ന്, ഈ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താനാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ദുരന്തമുണ്ടായതിന്റെ പ്രഭവ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഭീകരമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള സൗണ്ടോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടലിലൂടെയാണ് ഈ ഒരു വീടുകളെല്ലാം ഒലിച്ചുപോവുകയും ചെയ്തത്. ഈ ഭാഗത്ത് നിരവധി വീടുകളുണ്ട്. ഈ ഒരു ദുരന്തം അഫക്റ്റ് ചെയ്യാത്ത നിരവധി വീടുകൾ തൊട്ട് സൈഡുകളിലൊക്കെ ഉണ്ട്. എങ്കിൽ പോലും തന്നെ ഈ ഭാഗത്ത് ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി വീടുകളായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അവയെല്ലാം തന്നെ പൂർണ്ണമായും അതിൻ്റെ അടിത്തറ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട് ചൂരൽമല എന്ന ആ പാലം നിൽക്കുന്ന ആ പ്രദേശത്തേക്ക്, അതായത് താൽക്കാലികമായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ബെയിലി പാലം നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് കൂടി എത്താൻ 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയധികം പ്രദേശത്തുള്ള ആ വീടുകൾ മുഴുവൻ, ഒപ്പം തന്നെ എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു ഇവിടെ. കൂടാതെ പല റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിരവധി പേരായിരുന്നു ജോലി നോക്കിയിരുന്നത്. അതിഥിത്തൊഴിലാളികളൊക്കെ തന്നെ നിരവധി പേരുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ. അതായത് ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് ഓടിക്കേറുകയും അവിടെ നിന്ന് ജീപ്പ് വഴി രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. അവരൊക്കെ തന്നെ വന്ന് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണ് ഇന്നത്തെ ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തത്. രാവിലെ ഒരു 7 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂന്റെയും ഒപ്പം തന്നെ NDRFന്റെയും നേതൃത്വത്തിലാണ് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. സേനാവിഭാഗങ്ങൾ മുണ്ടക്കൈ പ്രദേശത്താണുള്ളത്. മുണ്ടക്കൈയിൽ ചില ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്താണ് തെരച്ചിൽ നടത്തുന്നത്. കാരണം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് അന്ന് ഈ സമയത്ത് വീടുകളിൽ ഉണ്ടായിരുന്നവർ, അതായത് പലർക്കും ഇതുവരെയും ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇതുവരെയും ഒന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ അവരെ പലരെയും ഇങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും അവരോട് ചോദിക്കുന്നുണ്ട്, അതായത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റുമോ, അങ്ങനെ വരാൻ തയ്യാറാകുന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തയ്യാറാകുന്ന ആളുകളെ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ പല കിണറുകൾ ഭാഗങ്ങളുണ്ട്. ഈ വീടിന്റെ കിണർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആഴത്തിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ സേനാവിഭാഗങ്ങൾ ഈ കെടാവർ നായകളെ ഉപയോഗിച്ചാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, കൂറ്റൻ പാറകളാണ്, വലിയ വലിയ പാറകളാണുള്ളത്. ഒരു 3-4 ആനകളൊക്കെ ചേർന്നിരുന്നാൽ എത്രത്തോളം വലിപ്പമുണ്ടോ അത്തരത്തിലുള്ള വലിയ പാറക്കെട്ടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാം വന്ന് മൂടോടെ, അതായത് അടിത്തറ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഒരു രാത്രി കിടക്കുമ്പോൾ ഉണ്ടായ ഈ ഒരു ദുരന്തം, അത്രയും ഭയാനകമായിട്ടുള്ള സൗണ്ടോടുകൂടി എത്തിയ ആ ഒരു ദുരന്തം ഇവിടുത്തെ ജനജീവിതത്തെ മൊത്തം തന്നെ താറുമാറാക്കി. ഈ 2 പട്ടണം മുഴുവൻ, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ തുടച്ചു നീക്കി കൊണ്ടുപോയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ രാവിലെ മുതൽ ഈ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഈ റഡാർ സംവിധാനവും ഒക്കെ ഡ്രോൺ ഉപയോഗിച്ചുമൊക്കെ നടത്തിയ പരിശോധനയുമൊക്കെ ചില ഹോട്ട്സ്പോട്ടുകൾ കണ്ടിട്ടുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് അവിടെ പരിശോധന നടക്കുന്നത്. ഹിറ്റാച്ചികളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇന്ന് ഈ പ്രദേശങ്ങൾക്ക് പുറമെ, ഈ ഭാഗങ്ങളിലുള്ള 6 സെക്ടറുകൾക്ക് പുറമെ ഇത്തരത്തിൽ
ഈ സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ മുഖേനയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഹെലികോപ്റ്റർ മുഖേന 12 അംഗ സംഘം അവിടെ എത്തി പരിശോധന നടത്തിയത്. 4 കിലോമീറ്ററോളം മേഖലകളിൽ അവിടെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ അവിടുന്ന് മറുകരയിലേക്കും ഒപ്പം തന്നെ പോത്തുകല്ല് ഭാഗത്തേക്കുമുള്ള പ്രദേശങ്ങളിൽ അവിടെ ദുർഘടം പിടിച്ച വലിയ കൊക്കയുള്ള ഏരിയയാണ്. അവിടേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ വലിയ പാടുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിന് അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകൾ ഇതുവരെയും എത്തി പരിശോധന നടത്താത്ത ആ പ്രദേശങ്ങളിലെല്ലാം ഈ ഹെലികോപ്റ്റർ മുഖേന അവിടേക്ക് ഇറങ്ങി അവിടെ എയർലിഫ്റ്റ് ചെയ്ത് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി അവിടെ പരിശോധന നടത്തുക എന്നുള്ളൊരു പ്ലാനാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 9ാം ദിവസം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനം തന്നെയാണ്. ഇന്ന് ഈ സേനാ വിഭാഗങ്ങളുടെ എല്ലാം മേധാവിമാർ നേതൃത്വം നൽകിയാണ് ഇന്നത്തെ ഒരു പരിശോധനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നിരവധി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ, അതായത് ഇന്നലെ ഒഴിച്ച് അതിനു മുമ്പത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് ഇനി പറയുന്ന കണക്കുകൾ പ്രകാരം 152ഓളം പേരെ, ഇനി സർക്കാരിന്റെ കണക്ക് പ്രകാരം 152ഓളം പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. അത് സർക്കാരിന്റെ കണക്കാണ്. പക്ഷേ അനൌദ്യോഗിക കണക്ക് അതിലും ഭീകരമാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മോട് പങ്കുവച്ചതനുസരിച്ച് നിരവധി പേരുണ്ടായിരുന്നു. ഈ കണക്ക് മാത്രമല്ല, ഇതിനു മുകളിലേക്ക് ആളുകളെ കാണാനുണ്ട്. ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ തന്നെ നിരവധി പേരുണ്ടായിരുന്നു. അതെ, അത് തന്നെയാണ് മിഥുൻ. ഈ 152 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള ഔദ്യോഗിക കണക്കിൽ പറയുമ്പോഴും അതിനപ്പുറം നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന തരത്തിലേക്ക് വലിയൊരു സംഖ്യ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. മിഥുൻ, ഈ നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ഭീകരം ആയിരുന്നു ആ ഒരു ദുരന്തം എന്നുള്ളത്. അതിന്റെ വ്യാപ്തി യഥാർത്ഥ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ഥലത്തെ പ്രത്യേകത കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടനവധി റിസോർട്ടുകളും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ എത്രത്തോളം വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്, അല്ലേ? തീർച്ചയായും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ, കാരണം ഇവിടെ ലൈസൻസ് ഇല്ലാത്ത അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, പല റിസോർട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ 29-ാം തീയതി വൈകിട്ട് തന്നെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു, വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കരുത്, ഇനിയുള്ള 4 ദിവസത്തേക്ക് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരരുത് എന്നടക്കമുള്ള കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അനധികൃതമായി നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുകയും ചെയ്തത്. അതായത് കർണാടക സ്വദേശികളുടെയൊക്കെ മരണവിവരം നമ്മൾ വളരെ വേദനയോടെയാണ് കാണുകയും ചെയ്ത് അവരുടെ മൃതദേഹം പിന്നീട് ലഭിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ ആ എസ്റ്റേറ്റ് ലേയങ്ങളിലും ഒപ്പം തന്നെ ഈ ഒരു ഹോം സ്റ്റേകളിലും ഈ പറയുന്ന റിസോർട്ടുകളിലും ഒക്കെ നിരവധി ഈ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചുള്ള യാതൊരുവിധ രേഖകളും സർക്കാരിന്റെ പക്കലില്ല എന്നുള്ളതാണ്. അവരാരൊക്കെയാണ്, അവരെത്രത്തോളം പേരുണ്ടായിരുന്നു, അവരുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോഴൊന്നും തന്നെ ഇവരിൽ ആരെയും മൃതദേഹം ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ശരീരഭാഗങ്ങൾ അത് ഇവരുടെ കൂടിയാണോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും DNA പരിശോധനകളടക്കം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു 218 മൃതദേഹങ്ങൾ, അതായത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ലഭിച്ച 218ഓളം തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളും കഴിഞ്ഞ ദിവസം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 218 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഈ പുത്തുമലയിലെ ആ ഒരു ഭാഗത്ത് ഹാരിസൺ പ്ലാന്റേഷൻ നൽകിയ ആ ഒരു ഭൂമിയിൽ 65 സെന്റ് ഭൂമിയിലാണ് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി സ്ഥലമൊരുക്കിയത്. അവിടെ കബറടം ഉറക്കുകയും ചെയ്തത്. അവിടെ 218 പേരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ 2 മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചത്. അതും 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അവ മാത്രമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ നിരവധി പേർ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലും
ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ്. അവർക്ക് കൈപ്പറ്റാൻ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ള മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്നത്, മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിഭീകരമായ അതിഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്കിവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇതിനു മുമ്പത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു, ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ചിത്രവും ഇപ്പോൾ കാണുന്ന നേരിട്ട് ഈ ഒരു ചിത്രം കാണുമ്പോൾ, ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ആദ്യമായി വന്ന് കാണുന്ന ഒരാൾക്ക് ഈ ഭാഗത്ത് വീടുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ദുരന്തത്തിൽ എല്ലാം ഒലിച്ചു പോവുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ മല ഒന്നാകെ കുത്തൊലിച്ച് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജനജീവിതത്തെ മൊത്തം തൂത്തുവാരി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തായാലും ഇപ്പോൾ കൂടുതൽ സേനാവിഭാഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഭാഗത്ത് ചില ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയതായിട്ട് കഴിഞ്ഞ ദിവസം സേനാ മേധാവികൾ പറയുന്നുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഇന്ന് അന്വേഷണം നടക്കുകയാണ്. കൂടാതെ ഇവിടെ ഈ വീടുകളുടെ ഭാഗങ്ങളിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ പോലും വീടുകളുണ്ടായിരുന്നു. ഇവിടെയാണ് ഈ പാറക്കെട്ടുകൾ വന്ന് അടിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ഒക്കെ ഉള്ള കിണർ ഭാഗങ്ങൾ, അത് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത്, അതിൽ പലർക്കും ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും മുക്തി നേടാൻ സാധിച്ചില്ല. പലർക്കും കൗൺസിലിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2500ഓളം പേർക്ക് കൗൺസിലിംഗ് ഇതുവരെ നൽകിക്കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഈ ഒരു ഭയപ്പാടിൽ നിന്ന് അവർക്ക് മുക്തി നേടി തിരികെ അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും അതിൽ താല്പര്യം കാണിക്കുന്ന, അതായത് അവർക്ക് വരാം, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന് പറയുന്ന ആ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്, ആ പ്രദേശവാസികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടിയാണ് ഇന്ന് ഈ ഒരു പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു മുകളിൽ ഈ കാണുന്ന പ്രദേശങ്ങളിൽ മറ്റു വീടുകളുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ഈ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് കൂട്ടത്തോടെ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയും അവിടെ രക്ഷാപ്രവർത്തകരായി എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ജീപ്പ് മുഖേന ആ പാലം തകരുന്നതിന് മുമ്പ് ഇവരെ അപ്പുറത്തേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പാലം തകർന്നതിന് ശേഷം നിരവധി പേരെ റോപ്പ് മുഖേനയും പിന്നീട് ബെയിലി പാലം, താൽക്കാലികമായി ബെയിലി പാലം തയ്യാറാക്കുന്നതിന് മുമ്പ് സൈന്യം തയ്യാറാക്കിയ ചെറിയ പാലം ഉണ്ടായിരുന്നു. അതുവഴിയൊക്കെ പിന്നീട് ഈ ആളുകളെയൊക്കെ പുറത്തേക്ക് കടത്തുകയും ചെയ്തിരുന്നു. ആ ഭാഗങ്ങളിൽ നിരവധി വീടുകൾ അടച്ചിട്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഈ ഒരു ദുരന്ത അവസ്ഥയിൽ പോലും തന്നെ അവിടെ മോഷണം നടക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി, അത്തരത്തിലുള്ള ഒരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ മേഖലകളിൽ എല്ലായിടത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും തന്നെ ഇവിടേക്ക് കടന്നു വരാതെ ഇനിയൊരു മോഷണശ്രമം ഉണ്ടാകാത്ത രീതിയിലേക്ക് അത്രയും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നും 9ാം ദിവസമാകുന്നു. ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഈ 152 എന്ന് പറയുന്ന ആ ഒരു സർക്കാരിന്റെ കണക്കിന് പുറമെ നിരവധി പേരെ കണ്ടെത്താനുണ്ട്. അവരിൽ ആരെയെങ്കിലും ഒക്കെ ഇന്നും കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഇത്രയധികം സേനാംഗങ്ങളും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഉപസമിതി ഇന്ന് വൈകിട്ട് ഈ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തും. സേനാവിഭാഗങ്ങളുടെ മേധാവിയുമായി കൂടിയാലോചനകൾ നടത്തും. നാളെ മുതൽ എങ്ങനെയാണ് ഇനി ഈ ഒരു തെരച്ചിൽ നടത്തേണ്ടത്, ഏതൊക്കെ ഇടങ്ങളിലാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തമായ ചിത്രം അതിനുശേഷം ഉണ്ടാകും. ആര്യ, തീർച്ചയായും MG മിഥുനാണ് പുഞ്ചിരിമട്ടത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.